അസ്സലാമലൈക്കും. അങ്ങനെ മോള് സ്കൂളിട്ട് വരാനുള്ള ടൈമായി. അപ്പം എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കാം. എപ്പോഴൊന്നുമില്ല കേട്ടോ, വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കും. അങ്ങനെ വേഗം ഫ്രിഡ്ജ് തുറന്നപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങാണ് കിട്ടിയത്. പിന്നെ വേഗം ഉരുളക്കിഴങ്ങ് എടുത്ത് ബോണ്ട ഉണ്ടാക്കാൻ വിചാരിച്ചു. ബോണ്ട മെല്ലെ കട്ട്ലേറ്റിലേക്ക് മാറി. പിന്നെ ചിക്കൻ ഇല്ലാത്ത കട്ട്ലേറ്റാണ്. പക്ഷേ ചിക്കൻ ഇല്ലാത്തതിനൊന്നും പേടിക്കണ്ട. നമ്മുടെ ഈസ്റ്റേണിൻ്റെ ചിക്കൻ കറി പൗഡർ മസാല ഇല്ലേ, പിന്നെ ചിക്കനിൻ്റെ ആവശ്യമില്ല, അതിട്ടാൽ മതി. കുറച്ച് ചിക്കൻ്റെ അതേ രുചി വന്നോളും. അങ്ങനെ വേഗം കട്ട്ലേറ്റിൻ്റെ ബാറ്ററൊക്കെ ശരിയാക്കി. പിന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ ഞങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്നൊരു സംഭവം. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന കട്ട്ലേറ്റ് എങ്ങനെയാണ്? പക്ഷെ ചിക്കൻ ഇല്ലാത്തതൊന്നും ഒരു കുറവല്ല കേട്ടോ. അങ്ങനെ വേഗം പാറ്റൊക്കെ സെറ്റാക്കി ഇതാ അങ്ങോട്ട് ഡിപ്പ് ചെയ്ത് കോഴിമുട്ടയിൽ മുക്കി, ബ്രെഡ് ക്രംസിൽ മുക്കി, അതൊക്കെ നിരത്തി വെച്ച് വേഗം എണ്ണ ചൂടാക്കി കട്ട്ലേറ്റ് അങ്ങോട്ട് പൊരിക്കുകയെടുത്ത്. അപ്പോഴേക്ക് മോള് വന്ന്. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ കണ്ടിട്ട് ആളാകെ തരിച്ചു പോയി. കട്ട്ലേറ്റോ എന്ന് ചോദ്യം ചോദിച്ച്. പിന്നെ അങ്ങോട്ട് ചായ കാച്ചലോ കട്ട്ലേറ്റ് പൊരിക്കലോ അങ്ങനെയല്ലോ സെറ്റായി. പിന്നെ നമുക്ക് ചായ കുടിക്കാം. ചായ കുടിക്കുമ്പോഴാണ് ഒരു ചോദ്യം ചോദിച്ചത്. ഉമ്മ, ഇതിൽ കട്ട്ലേറ്റ് ഇല്ലേ, ചിക്കൻ ഇല്ലല്ലോ, ചിക്കൻ എവിടെ? ഞാൻ പറയുന്നുണ്ട് മോളെ ചിക്കന്. എൻ്റെ ചിക്കൻ ചിലപ്പോൾ കിട്ടാങ്ങിട്ടേക്കും. ഈ അമ്മച്ചി നല്ലോണം മിക്സിയിലിട്ട് അടിച്ചതിനെ കൂടെ ചിക്കൻ നല്ലോണം അരിഞ്ഞു വയ്ക്കണം. പക്ഷെ നല്ല ടേസ്റ്റ് ഇല്ലേ, ചിക്കൻ്റെ ചോയല്ലേ? ആ, അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അപ്പോൾ ഈസ്റ്ററിൻ്റെ ചിക്കൻ കറി പൗഡർ വെറുതെ ഒന്നല്ല, എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചിക്കൻ ഇല്ലാത്ത കുറവൊന്നും അതിൽ കാട്ടുന്നില്ല. തൽക്കാലം കട്ടൻ ചായക്ക് ഒപ്പിക്കാനുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേന്ന് പറയുന്നുണ്ട്. അപ്പം ടാറ്റ, ബൈ ബൈ.